സ്വാമി ബൃന്ദാവനത്തിൽ വന്ന സമയം സൺഡേ ഒരു ഞായറാഴ്ച. അനിൽകുമാർ സാറാണ് പ്രിൻസിപ്പൽ. സാറ് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ പ്രിൻസിപ്പലായിട്ട്. ഇപ്പോൾ സ്വാമി ഇങ്ങനെ പുറത്തേക്ക് നടക്കുകയാണ്. കാലത്ത് ദർശനം കഴിഞ്ഞിട്ട് ക്യാമ്പസിൽ സ്വാമി നടക്കുകയാണ്. അപ്പോൾ കുറച്ച് പേര് അവിടെ ക്യാമ്പസ് ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്വാമി അനിൽകുമാർ സാറിനോട് ചോദിച്ചു, ഇവരൊക്കെ ആരാന്ന് ചോദിച്ചു. അനിൽകുമാർ സാർ പറഞ്ഞു, സ്വാമി എനിക്കറിയില്ല സ്വാമി. സ്വാമി, നീ എന്ത് പ്രിൻസിപ്പലാ? ഈ ക്യാമ്പസിൽ ആരൊക്കെയാണ് വരേണ്ടത് നീ അല്ലേ നോക്കേണ്ടത്? ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ വന്ന് ഓരോന്ന് ചെയ്യാൻ പറ്റുമോ? സാറ് പറഞ്ഞു, ക്ഷമിക്കണം സ്വാമി, ഞാൻ ചെയ്തോളാം, ആരാന്ന് ഞാൻ നോക്കിക്കോളാം. സ്വാമി അത് പറഞ്ഞ് ചിരിച്ചോണ്ട് സ്വാമി അകത്തേക്ക് പോവുകയും ചെയ്തു. അനിൽകുമാർ സാർ നേരെ ഇവരുടെ അടുത്ത് പോയി. ഒരാൾ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ്റെ ലീഡർഷിപ്പിലാണ് ഈ ആർമിയിലത്തെ ആൾക്കാരും ഈ വർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഞായറാഴ്ചകളിൽ. ക്യാപ്റ്റൻ്റെ പേര് എഴുതിയെടുത്തു, വയസ്സ് എഴുതിയെടുത്തു, വീട് എവിടെയാണെന്ന് എഴുതിയെടുത്തു, ഒക്കെ എഴുതിയെടുത്തു. എല്ലാവരുടെയും പേരൊക്കെ എഴുതി. വൈകുന്നേരം സ്വാമി ദർശനത്തിന് വരണ സമയത്ത് അനിൽകുമാർ സാറിൻ്റെ ലിസ്റ്റൊക്കെ റെഡിയാണ്. ആരൊക്കെയാണ്? സ്വാമി ക്യാപ്റ്റൻ, ഇന്ന സ്ഥലത്ത് ഇത്ര വയസ്സിന് ഇന്ന സ്ഥലത്താണ് ഇന്ന റെജിമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അടുത്ത ആളടുത്ത്. സ്വാമി എല്ലാ ഡീറ്റെയിൽസ് എല്ലാം അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് അനിൽകുമാർ ശ്രമിക്കുമ്പോഴേക്കും ഒന്നും പറയാൻ പറ്റിയില്ല. ശരിക്കും പറയാൻ വിചാരിച്ചേ ഉള്ളൂ. നേരെ ക്യാപ്റ്റൻ്റെ അടുത്ത് സ്വാമി പോയി. ക്യാപ്റ്റനെ വിളിച്ചു, എങ്ങനെയുണ്ട് മോൾക്കിപ്പോൾ, എങ്ങനെയുണ്ട് അന്ന് ചേർന്ന മോതിരപ്പം എങ്ങനെയുണ്ട്? സ്വാമി ഇങ്ങനെ അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്വാമി പറയുകയാണ്. ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അന്നത്തെ ഇൻ്റർവ്യൂ ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. തിരിച്ചു വരുമ്പോൾ അനിൽകുമാർ ചോദിച്ചു, സ്വാമിക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. ഭഗവാൻ കൊടുത്ത എല്ലാം ഗംഭീരമാണല്ലോ, അതിലൊക്കെ അതിഗംഭീരമായൊരു ഉത്തരമുണ്ട്. അനിൽകുമാർ, സ്വാമിക്ക് എല്ലാം അറിയാം, പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, സ്വാമിക്ക് എല്ലാം അറിയാമെന്ന് നീ അറിഞ്ഞിരിക്കണം. അതാ സ്വാമി പറഞ്ഞത്. സ്വാമിക്ക് എല്ലാം അറിയാം, പക്ഷേ അത് മാത്രം പോരാ, സ്വാമിക്ക് എല്ലാം അറിയാമെന്ന് നീ അറിഞ്ഞിരിക്കണം. സത്യം, സ്വാമിക്ക് എല്ലാം അറിയാം, പക്ഷെ സ്വാമിക്ക് എല്ലാം അറിയാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് സ്വാമി പറയാനുള്ള കാരണം ആ ഭാവത്തോടു കൂടി ചിന്തിക്കണം. എൻ്റെ ചിന്ത സ്വാമിക്കറിയാം, എൻ്റെ വാക്ക് സ്വാമിക്കറിയാം, എൻ്റെ പ്രവൃത്തി സ്വാമിക്കറിയാം. ആ ഭാവത്തോടു കൂടി ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാന് സന്തോഷമാവും. ഭഗവാൻ നമ്മളുടേതായി മാറും, നമ്മൾ ഭഗവാന്റേതായിട്ട് മാറും. ആ ചിന്ത, ആ അവയർനെസ്, ആ അവബോധം എപ്പോഴും നിലനിർത്താൻ സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.